മക്കളെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരുടെ കൂടെ ജീവിക്കാനായിട്ട് വീട് വിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നിങ്ങളുടെ മാതാപിതാക്കളുടെ ആ ഒരു ദയനീയമായ അവസ്ഥ ഉൾക്കൊള്ളാനോ ഒന്നിനും കഴിയാതെ അവരുടെ ആ ഒരു അവസ്ഥ, അവർ ചിലപ്പോൾ പൊട്ടിത്തെറിക്കുന്നുണ്ടാവാം, അവർ ഡിപ്രഷനിൽ പോകുന്നുണ്ടാവാം. എന്ത് സംഭവിച്ചാലും നിങ്ങളുടെ കാര്യത്തിൽ വിജയിച്ചു, എനിക്കിഷ്ടപ്പെട്ട ആളുടെ ഒപ്പം ഞാൻ ജീവിക്കാൻ പോകുന്നു എന്നെല്ലാം നിങ്ങൾ തീരുമാനിച്ച് അവർക്ക് മുന്നിലൂടെ നെഞ്ചും വിരിച്ച് കയ്യും പിടിച്ച് നടക്കുമ്പോൾ ആ ദുഃഖം കാണാതിരിക്കരുത്. കാരണം ആ ദുഃഖത്തിൻ്റെ വ്യാപ്തി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളും അതേ സ്ഥിതിയിൽ നിൽക്കുമ്പോൾ അപ്പം മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പിന്നീട് ഒരിക്കൽ നിങ്ങൾ അവരിലേക്ക് തന്നെ തിരിച്ചു വരും. നിങ്ങൾക്ക് അവരില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ആ ഒരു സമയത്ത് നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു ദിവസം എല്ലാവരും അവരുടെ അടുത്തേക്ക് തിരിച്ചു വരും. കാരണം അവരില്ലാതെ ജീവിക്കാൻ പറ്റില്ല. നിങ്ങൾ പരിപൂർണരാവണമെങ്കിൽ അവർ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ പറ്റുള്ളൂ. അതിനു മുമ്പ് നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ ജീവിച്ച് കാണിക്കും എന്നൊക്കെ പറഞ്ഞു പോയി. നിങ്ങൾക്ക് ജീവിച്ച് കാണിക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് ജീവിച്ച് കാണിക്കണമെങ്കിൽ ഇവരെല്ലാവരും വേണം, ഈ ബന്ധങ്ങൾ വേണം. നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഇവരെല്ലാവരും കൂടി ചേരുമ്പോഴല്ലേ നിങ്ങളാവുന്നുള്ളൂ. അതെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പാവപ്പെട്ട അച്ഛനും അമ്മയും വീണ്ടും നിങ്ങൾ തിരിച്ചു വരുമ്പോൾ നിങ്ങളെ എത്ര ദേഷ്യവും എന്തുണ്ടെങ്കിലും നിങ്ങളെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും. അവർക്ക് അതിനെ കഴിയൂ. കാരണം അവരുടെ സ്നേഹം കളങ്കമില്ലാത്തതാണ്. അവർ നിങ്ങളെ അത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ട്. അവർക്ക് നിങ്ങളെ എതിർക്കാൻ പറ്റില്ല, നിങ്ങളെ തള്ളാൻ പറ്റില്ല, നിങ്ങളെ ഉൾക്കൊള്ളാൻ മാത്രമേ പറ്റുള്ളൂ. ആ സത്യം മനസ്സിലാക്കണേ. അങ്ങനെ പോകുമ്പോൾ അവരുടെ അനുഗ്രഹം ഇല്ലാതെ പോവരുത്. കാരണം അവരുടെ മനസ്സ് വേദനിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് കത്തിച്ചാമ്പലായി പോകും, നിങ്ങൾ സ്വയം ഉരുകിപ്പോകും. അതും കൂടി അതിൻ്റെ ഒപ്പം മനസ്സിലാക്കണം. അതുകൊണ്ട് ഒരിക്കലും അച്ഛനെയും അമ്മയും വേദനിപ്പിച്ചുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുക്കരുത്. അവർക്ക് ദുഃഖം സമ്മാനിച്ചുകൊണ്ട് അവർ നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചതാണ്. അവരുടെ സർവസ്വവും നിങ്ങൾക്ക് വേണ്ടി ഹോമിച്ചതാണ്. ഇനിയുള്ള സമയവും നിങ്ങൾക്ക് വേണ്ടി തന്നെ ആയിരിക്കും. എന്തൊക്കെ ദേഷ്യത്തിൽ എന്തൊക്കെ ശാപവചനങ്ങൾ പറഞ്ഞാലും നിങ്ങൾക്കായിട്ട് അവരുണ്ടാവും. അവരെ മറക്കരുത്, അവരെ വെറുക്കരുത്. അവർക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കണം.